കീക്കോ, സൂപ്പർ സ്പീഡോ, മര്യാദയ്ക്ക് ഇവിടുന്ന് ഓടിപ്പോയിക്കോ. മന്ത്രിജിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞു. മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക്. നീ എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ ഈ മെറ്റൽ മനുഷ്യന്റെ ഒരു ബട്ടൺ ഞാൻ പ്രസ് ചെയ്താൽ മതി. പിന്നെ അവൻ മേയറിനെയും നിന്റെ കൂട്ടുകാരിയെയും ചമ്മന്തിയാക്കും. അത് വേണ്ട, ഒന്ന് സമാധാനിക്കോ കീക്കോ. ശരി, ഈ മന്ത്രിയെ ഔട്ട് ഓഫ് സിറ്റിയിലേക്ക് കൊണ്ടുപോയേക്ക്. അവനെ വെച്ച് ഞാൻ ഒരു ലൈഫ് സ്റ്റാച്ചു ചെയ്യാൻ പോവുകയാണ്. ബെസ്റ്റ് ഔട്ട് ഓഫ് വെസ്റ്റ് എക്സിബിഷനിൽ എല്ലാവരും വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്, അല്ലേ ട്വിങ്കിൾ ആൻഡ് ഡോഡോ? അത് സാധാരണ അടിപൊളിയല്ല, ഇടിവിട്ട് അടിപൊളി. ഏതായാലും ഞാനൊരൽപ്പം കാഷ്യൂനട്ട് കഴിച്ചോട്ടെ. വേസ്റ്റ് വെച്ച് ആർട്ട് ചെയ്യുന്ന കാര്യം ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ ഡൂപ്പർ ഐഡിയ. എന്നോട് ചോദിച്ചാൽ ഇവിടെ ആർട്ട് വർക്ക് കുറവാണ്, വേസ്റ്റ് ആണ് കൂടുതലുള്ളത്. ഇതിൽ അത്രയ്ക്കും ഭംഗി എന്നൊക്കെ പറയാൻ എന്താ ഉള്ളത്? ടോണി ബോസിന്റെ തലയ്ക്കകത്തൊന്നുമില്ല, ഇതുവരെ ഒരു കാര്യവും ശരിയായി ചെയ്തിട്ടുമില്ല. സൺസിറ്റിയുടെ വലിയ ചെറിയ കൂട്ടുകാരെ, സൺസിറ്റിയുടെ ആർട്ട് ഫെസ്റ്റിവലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുണ്ടല്ലേ? ഈ വർഷത്തെ ടോപ്പിക് എന്താണെന്ന് അറിയാമോ? ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. ഇന്ന് നമ്മുടെ ഒപ്പം വേൾഡ് ഫേമസ് ആർട്ട് മാസ്റ്റർ ഫേക്ക് ചന്ദ് മാസ്റ്റർ ചെറിയൊരു സ്പീച്ച് തന്നാൽ കൊള്ളാമായിരുന്നു. ഈ ഫേക്ക് ചന്ദ് വളരെ ഫേമസ് ആയ ആളാന്ന് തോന്നുന്നു. സൺ സിറ്റി സിറ്റിസൺ, താങ്ക് യു. ഞാൻ വളരെ വലിയ കാര്യങ്ങൾ ലോകത്തുള്ള സിറ്റികൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അമേരിക്കയിലെ ഐഫിൽ ടവർ, ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇയാളെന്തായാലും തലകീഴായിട്ട് പറയുന്നത്, എല്ലാം തലകീഴായിട്ടാണല്ലോ സംസാരിക്കുന്നത്. കാരണം സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്ക് അമേരിക്കയിലാണുള്ളത്, പിന്നെ ഈഫൽ ടവേഴ്സ് അത് പാരീസ് ഫ്രാൻസിലാണുള്ളത്. എനിക്ക് തോന്നുന്നത് HNGയും നമ്മളെ മേയറിനെ പോലെ പിച്ചും പേയും പറയാൻ തുടങ്ങിയെന്നാ. ഇപ്പോൾ നിങ്ങളുടെ സൺസിറ്റിക്ക് വേണ്ടി ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു ഒരു സ്പെഷ്യൽ ഐറ്റം. എന്റെ ദൈവമേ, മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഈ സാധനം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കീക്കോ, നിനക്ക് എന്തെങ്കിലും പിടി കിട്ടിയോ? ഒന്നും മനസ്സിലാവുന്നില്ല ട്വിങ്കിൾ. ഇതൊരു പുതിയ ആർട്ടായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഫീക്ഷൻ താങ്കൾ എന്താ പറയുന്നെന്ന് നോക്കാം. ഇതാണ് എന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കേ ഇതിന്റെ വണ്ടർ ആൻഡ് ഷണ്ടർ. ബിഗ് താങ്ക് യു ഫേക്ക് ചന്ദ്. സൺസിറ്റിയുടെ പ്രിയ കൂട്ടുകാരെ, ഇത് ശരിക്കും കാണാൻ വളരെ വ്യത്യസ്തമായിട്ടുണ്ടല്ലേ? ഇത് വളരെ വലിയ അതെന്തെങ്കിലും ആവട്ടെ, അതിന്റെ ഇനോഗ്രേഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നാളെയാണ് അതിന്റെ ഇനോഗ്രേഷൻ. നമ്മുടെ മന്ത്രിയാണ് അത് നിർവഹിക്കാൻ പോകുന്നത്. എന്താ ഇതൊക്കെ? അല്ല, ഇവൻ ആരാ? ആരായാലും ശരി, അവൻ നല്ലവനല്ല. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ ആ ഹവർ ബോർഡിൽ ഒരു അങ്കിൾ പറഞ്ഞോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അയാളെ ഫോളോ ചെയ്യണം. വേഗം ചെല്ല്. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 176. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 176. കീക്കോ, ആ പറക്കുന്നയാള് സൺസിറ്റിയുടെ പവർ സ്റ്റേഷൻ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്നാണ് ടോട്ടൽ സൺസിറ്റിക്കും ഇലക്ട്രിസിറ്റി സപ്ലൈ ആവുന്നത്. അല്ല, അയാൾ ആരാ? അയാൾ എന്തിനാ ഇപ്പൊ പവർ സ്റ്റേഷനിലേക്ക് വന്നത്? അവന്റെ പോക്കത്ര ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നേ. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. ദേ അവൻ അവിടെയുണ്ട്. ഷാലായി ഷൂട്ട് ചെയ്യും? വേണ്ട സൂപ്പർ സ്പീഡോ, മുന്നറിയിപ്പ് നൽകാതെ ഷൂട്ട് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. കുറച്ച് അടുത്തേക്ക് ചെല്ലേ. അയാൾ വളരെ വ്യത്യസ്തമായ ഡിസ്കിലാണല്ലോ പറക്കുന്നത്. നിൽക്കൂ മിസ്റ്റർ, നിങ്ങൾ ആരാണെന്ന് പറയൂ. പറക്കുന്ന കാറോ പറക്കുന്ന കുട്ടികളോ? ഞാനാണ് ഹൂക്ക ഹൂക്ക ഹവോമാൻ. അതെയോ? ഹോക്ക ഹോക്ക ഹവാമാൻ, നീ ആദ്യം താഴെ ഇറങ്ങി വാ. ഞാൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി വന്നതല്ല, സൺ സിറ്റിയിലെ പവർ ടവറിൽ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്. വാ. ഇയാളിപ്പോ എന്താ ചെയ്യാൻ പോന്നെ? ഇപ്പൊ ഈ കുട്ടികളെ ഇവിടുന്ന് ഓടിപ്പിക്കേണ്ട സമയമായി കഴിഞ്ഞു. വുർ, വുർ. കീക്കോ, അവന്റെ അറ്റാക്ക് കാരണം എന്റെ സിസ്റ്റം ഡാമേജ് ആയി പോയി. എന്റെ ഫ്ലൈ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്പസമയത്തിനകം നീ ക്രാഷ് ആയി പോകും. ഉർ, ഉർ. ഞാൻ ആ പവർ ടവറിന്റെ ബാറ്ററി അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഉർ, ഉർ. അവനങ്ങ് പോയല്ലോ. ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. തീർച്ചയായും ക്ലാഷ് ലാൻഡ് ആവുന്ന എനിക്ക് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, നിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യേ. എന്നിട്ട് ഫിജിക് സ്പിന്നർ എജക്ട് ചെയ്യേ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 283. ഓക്കെ ബ്രോ. ഞാൻ ഇതുവരെ പലവിധമായ കൊള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു കള്ളൻ ബാറ്ററി അടിച്ചു മാറ്റുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ കറണ്ട് ഇല്ലാതെ ഞാൻ എന്റെ ടിവിയിൽ എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ എങ്ങനെയാണ് കാണുക? ഇത് ഏത് തരം പേരാണ് വെച്ചിരിക്കുന്നത്? ഈ വില്ലൻ ഹോക്ക ഹോക്ക ഹവോമാൻ. അയ്യോ മേയര്, ഈ കരച്ചിലൊന്ന് നിർത്ത്. എന്നിട്ട് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ, ആലോചിക്ക്. എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലാകാത്തത്. എന്തിനാ ഒരുത്തൻ ബാറ്ററി ഷാറ്ററേക്ക് അടിച്ചു മാറ്റാൻ വന്നിരിക്കുന്നേ? അതും അത്രയ്ക്കൊരു പവർഫുൾ ആയ ബാറ്ററി. എനിക്ക് തോന്നുന്നു ഹോക്ക ഹോക്ക ഹവാമാൻ ഈ ഇരുട്ട് പ്രയോജനപ്പെടുത്താൻ പോവാന്നാ. പക്ഷേ അവന്റെ പ്ലാൻ എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടോ, ഒരു VIP ആയതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കണ്ടോ? ലൈഫിന് ആവശ്യമുള്ള എല്ലാ സംഗതികളും കിട്ടും. മേയർ എനിക്ക് വേണ്ടി ജനറേറ്റർ ഷെൻറേറ്റർ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നീ ആരാ? എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഇത് ഞാനാ നിന്റെ കൂട്ടുകാരൻ. ബാറ്ററി ഞാൻ അടിച്ചു മാറ്റി കഴിഞ്ഞു. ഇനി അടുത്തടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അടുത്തത് നമ്മുടെ പകരം വീട്ടിന്റെ പണിയാണ്. നാളെ മന്ത്രിജി ഇവിടെ എത്തും. അദ്ദേഹം എന്റെ ജന്മ ശത്രുവാണ്. ശത്രുവിന് ശരിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാതെ വിടാൻ പാടില്ല. പക്ഷേ കീക്കോയും സൂപ്പർ സ്പീഡോയും അവിടെ ഉള്ളപ്പോ നമ്മൾ എങ്ങനെ അത് ചെയ്യാനാ? അവര് രണ്ടുപേരും വളരെ ഈ ബ്രില്യന്റ് ആണ്. കൊച്ചു
അവനെ തടഞ്ഞു നിർത്താൻ എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ നീ ആ ബാറ്ററി കൂടെ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഫിക്സ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് ഫിക്സ് ചെയ്തു. തീർച്ചയായും ബാറ്ററി ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. ഒൻപത് മണിക്കുള്ളിൽ ഈ ആർട്ട് എക്സിബിഷന്റെ ഇനോഗ്രേഷൻ തുടങ്ങും. മന്ത്രി സാറും ഇവിടെ എത്തും. പക്ഷേ ഇതുവരെ ഹോക്ക ഹോക്ക ഹവാമാനെ കുറിച്ച് ഒരു ക്ലൂവും കിട്ടിയില്ലല്ലോ. എന്താണെന്നറിയില്ല, എന്റെ മനസ്സ് പറയുന്നു വലിയ എന്തോ ആക്രമണം നടക്കാൻ പോവാന്ന്. മന്ത്രിജി എവിടെയാ ഉള്ളത് മേയർ? അദ്ദേഹം ഇപ്പോൾ ഓൺ ദി വേയിലായിരിക്കും. ട്വിങ്കിൾ, ഡോഡോ അലേർട്ട് ആയിരിക്കണം. ഇനി 10 മിനിറ്റ് ബാക്കിയുള്ളൂ. ഈ മന്ത്രി ചന്ദ്രി എവിടെയാ പോയി തൊലഞ്ഞത്? നിങ്ങളിപ്പോ എന്തുദ്ദേശിച്ചാ 10 മിനിറ്റ് ബാക്കിയുള്ളെന്ന് പറഞ്ഞത് അങ്കിൾ? മന്ത്രി സാർ എത്തിക്കഴിഞ്ഞു. മന്ത്രി സാർ എത്തിക്കഴിഞ്ഞു. നമസ്കാരം മന്ത്രി സാറേ. നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ടോട്ടൽ സൺസിറ്റിക്കും വളരെ അഭിമാനമുണ്ട്. വരൂ വരൂ. എന്താ മേയർ ചെയ്തൊക്കെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന അടിപൊളിയായിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോ എന്നെ കൊണ്ട് വരാതിരിക്കാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ് മന്ത്രി. ഹൗ ആർ യു? ഷെടാ ഫേക്ക് ശാന്ത്. ശരിക്കും പറഞ്ഞ ഞാൻ നിങ്ങളുടെ ഫാനാണ്. ഞാൻ നിങ്ങളുടെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ കാണാൻ കാത്തിരിക്കുക. ഒരു കാര്യം പറയട്ടെ, ഇനി ഒരു അല്പ സമയത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്ത് കളിയാണിതൊക്കെ? ഇതാണ് എന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മേയർ. ഇന്നത്തെ എന്റെ പ്ലാൻ മന്ത്രിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഫേക്ചന്ദ് തങ്ങളുടെ മെറ്റൽ സ്കൾപ്ചർ ഒരു മെറ്റൽ മോൺസ്റ്ററായി മാറിയിരിക്കുക. അതിന് പവർ സപ്ലൈ കൊടുക്കാനാ പവർ സ്റ്റേഷനിൽ നിന്ന് ബാറ്ററി അടിച്ചു മാറ്റിയത്. അതാ മെറ്റൽ മോൺസ്റ്ററിന്റെ അകത്താണുള്ളത്. ഇപ്പോൾ നമ്മൾ ആ മെറ്റൽ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്നും ആ മന്ത്രിയെ രക്ഷിക്കണം. യെസ് ബഡി, ലെറ്റ്സ് ഗോ. ഓക്കേ ബഡി.
വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ആരെങ്കിലും രക്ഷിക്കൂ. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. കീക്കോ, സൂപ്പർ സ്പീഡോ, അവന്റെ കളി കൂടുന്നു. ഹോക്ക ഹോക്ക ഹവാമാനെ തടയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നീ റെഡിയാണോ? എവർ റെഡി ബ്രോ? എന്നാ ശരി വാ, ഹോക്ക ഹോക്ക ഹവാമാനെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഒരു വ്യത്യസ്തമായ ഫോർമുല. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 104. പെർഫെക്റ്റ്. ആക്ടിവേറ്റിംഗ് ഫോർമുല 104. ചേടാ, അത് തിരിച്ചിപ്പോ എന്റെ നേർക്ക് വരികയാണല്ലോ. എന്റെ ഫ്ലൈയിങ് ബോർഡ് തകർന്നു പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? നിന്റെ ചിറക് മൊത്തത്തിൽ ഞങ്ങളങ്ങ് വെട്ടി എറിഞ്ഞു കളഞ്ഞില്ലേ? വാ സൂപ്പർ സ്പീഡോ, നമുക്ക് താഴെ ചെന്ന മെറ്റൽ മോൺസ്റ്ററിനെ തടഞ്ഞു നിർത്താം. മന്ത്രി സാറിനെ രക്ഷിക്കണം, വേഗം വാ. ഹോക്ക ഹോക്ക ഹോമാൻ ഫ്ലാറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ചെന്ന മെറ്റൽ മോൺസ്റ്ററിനെ ഡിഫ്യൂസ് ചെയ്തേക്കാം. അയ്യോ, ആരെങ്കിലും രക്ഷിക്ക്. എന്നെ വിട്. കീക്കോ, രക്ഷിക്ക്. എന്താ ഇതൊക്കെ കാണുമ്പോ എനിക്ക് ടെൻഷൻ കൂടുക. ഞാനിപ്പോ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. കീക്കോ, സൂപ്പർ സ്പീഡോ, മര്യാദയ്ക്ക് ഇവിടുന്ന് ഓടിപ്പോയിക്കോ. മന്ത്രിജിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞു. മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക്. നീ എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ ഈ മെറ്റൽ മനുഷ്യന്റെ ഒരു ബട്ടൺ ഞാൻ പ്രസ് ചെയ്താൽ മതി. പിന്നെ അവൻ മേയറിനെയും നിന്റെ കൂട്ടുകാരിയെയും ചമ്മന്തിയാക്കും. അത് വേണ്ട, ഒന്ന് സമാധാനിക്കോ കീക്കോ. ശരി, ഈ മന്ത്രിയെ ഔട്ട് ഓഫ് സിറ്റിയിലേക്ക് കൊണ്ടുപോയേക്ക്. അവനെ വെച്ച് ഞാൻ ഒരു ലൈഫ് സ്റ്റാച്ചു ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും സൂപ്പർ സ്പീഡോ? നമ്മൾ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും മന്ത്രി സാറും നമ്മുടെ കൂട്ടുകാരും വലിയ അപകടത്തിലാവും. മെറ്റൽ മോൺസ്റ്ററിന് ഫുൾ പവർ കിട്ടാൻ കാരണം ആ ബാറ്ററിയാണ്. അതില്ലെങ്കിൽ ആ മെറ്റൽ മോൺസ്റ്റർ ഒന്നുമല്ലാതെയായി പോവും. സൂപ്പർ സ്പീഡോ, നമ്മൾ മെറ്റൽ മോൺസ്റ്ററിനെ അങ്ങനെ പോകാൻ അനുവദിക്കരുത്. റെഡിയാണോ? എവർ റെഡി ബ്രോ? ലെറ്റ്സ് ഗോ. എടാ കൊച്ചു ചെക്ക, അവിടെ തന്നെ നിൽക്ക്. നീ ഇപ്പൊ മെറ്റൽ മോൺസ്റ്ററിന്റെ പുറകുവശത്തേക്ക് ചെല്ലേ. കം ഓൺ. യെസ് ബ്രോ. സോറി. അയ്യോ അയ്യോ അയ്യോ, എന്റെ ശരീരത്തിലുള്ള എല്ലുകളെല്ലാം തകർന്നെന്താ തോന്നുന്നത്?
കീക്കോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ രണ്ട് ബാറ്ററിയും കാണുന്നുണ്ടോ സൂപ്പർ സ്പീഡോ? അതെ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 96. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 96. അവിടെ നിക്ക് ഫേക്ക് ചാന്ദ്, നീ ഈ സിറ്റിക്ക് വലിയൊരു ഗിഫ്റ്റ് ആണ് തന്നത്. റിട്ടേൺ ഗിഫ്റ്റ് വാങ്ങാതെ പോയാൽ എങ്ങനാ? അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം എന്റെ വലയിൽ വന്ന് വീണു പോയില്ലേ? സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നീ ഇപ്പൊ ഈ സൺസിറ്റി മൊത്തം ചുറ്റിക്കറങ്ങി നോക്കിയില്ലേ? പക്ഷേ ഒരു പ്രാവശ്യം കൂടി കിക്കോയും സൂപ്പർ സ്പീഡോയുമാണ് സൺസിറ്റിയുടെ സൂപ്പർ ഹീറോകൾ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഹീറോ അല്ല, രണ്ട് വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ ഹീറോ. സൂപ്പർ മാത്രമല്ല, സൂപ്പർ ഡൂപ്പർ ഹീറോ.